മുടിഞ്ഞു, കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും രക്ഷാതെ കൈ വെട്ടണം, കാല് വെട്ടണം, അതിന്റെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ അല്ലെ ഞാൻ പോയില്ല. താമരശ്ശേരി ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കട്ടെ. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. ഇത് ശരിയല്ല ചെയ്യുന്നത്. അത്രയുള്ള എനിക്ക് പറയാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ് കുട്ടി. എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ്. ഇത് ശരിയല്ല. ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. അത്രയുള്ള എനിക്ക് പറയാൻ.